രേണുവിനെ കുറിച്ച് വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റ് രേണുവിന്റെ ആളുകൾ തന്നെ ഇട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. രേണുവിന്റെ കൂട്ടുകാരി ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അതായത് അതുലിനെ കുറിച്ചൊരു കംപ്ലൈന്റ് രേണു കൊടുത്തിരുന്നു. അതുലിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചതിന് ശേഷം അവന്റെ കയ്യിലുള്ള തെളിവുകളെല്ലാം നിരത്തിയപ്പോൾ പോലീസുകാർ ഇതിൽ കഴമ്പില്ലെന്ന് മനസ്സിലാക്കിയിട്ട് FIR ഒന്നും ഇടാതെ അതുലിനെ വിട്ടു. അതിനുശേഷം രേണുവിന്റെ ചേച്ചിയും കൂടി വീണ്ടും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുത്തു. അവർ ചെന്നപ്പോൾ അവരെ പോലീസുകാർ ആട്ടിവിട്ടു എന്നും പറഞ്ഞിട്ട് വീണ്ടും ഒരു പരാതി കൂടി മുകളിൽ കൊടുത്തു എന്നാണ് രേണുവിന്റെ കൂട്ടുകാരി പറയുന്നത് വീഡിയോയില്. പോലീസ് തലപ്പത്ത് പോയിട്ട് പരാതി കൊടുക്കാൻ മാത്രമേ എന്താണ് ഇവിടെ നടന്നത്? സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അതിൽ കുറെ വീഡിയോസ് പലരും ഇടും, അതിന്റെ റിയാക്ഷൻ വീഡിയോ ചെയ്തിടും, സ്ത്രീകളും പുരുഷന്മാരും വീഡിയോ ചെയ്തിടുന്നത്. അതിൽ തെറ്റെന്തെങ്കിലും ഉണ്ടോ? ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഇട്ടാലല്ലേ. പിന്നെ ഓരോ കണ്ടന്റായിട്ട് രേണു തന്നെയാണ് യൂട്യൂബിൽ ഇട്ടിട്ട് നമുക്ക് ഓരോരുത്തർക്കും വീഡിയോ ചെയ്യാനുള്ള വഴി ഉണ്ടാക്കി തരുന്നത്. സുധിയുടെ ഭാര്യ രേണു പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ അവരോടൊപ്പം മീഡിയക്കാർ വന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്യാമറമാനെയും കൊണ്ട് എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ പോയത്? രേണു പറയുന്നത് സത്യമാണെങ്കിൽ പിന്നെ അത് വേറെ എവിടെയും തെളിയിക്കണ്ട. അത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത സമയത്ത് തെളിയിച്ചാൽ മാത്രം മതി. അവിടെ മീഡിയക്കാരെ വിളിച്ചുകൊണ്ട് പോകുന്നത് ശരിയല്ല. രേണുവിന് അറിയാഞ്ഞിട്ടാണ് അതിന്റെ ഒന്നും ഭവിഷ്യത്തുക്കള്. ഇപ്പൊ എന്തായി? രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ രേണുവിനെ എതിരായിട്ട് നിൽക്കും. രേണുവിന് അങ്ങനെ കഴിവ് തെളിയിക്കാൻ പറ്റുവാണെങ്കിൽ രേണു അഭിനയിച്ച് കഴിവ് തെളിയിച്ച് വരുമാനം ഉണ്ടാക്കി ജീവിക്കും. അതിനിടയ്ക്ക് സ്വന്തം മകനെ സ്നേഹിക്കാൻ മറക്കരുത്. പിന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ ആവശ്യത്തിൽ കൂടുതൽ വന്നിരുന്നിട്ട് ചർച്ചകൾ ചെയ്യരുത്. നമുക്ക് വല്ല 5000 10,000 കിട്ടുമെന്ന് വെച്ചിട്ട് അവിടെ വന്നിരുന്നിട്ട് ആക്രോശിക്കണ്ട. യൂട്യൂബിൽ ഒരുപാട് പേരുണ്ട്. ഇവരെല്ലാവരും തന്നെ രേണു ഇട്ടുകൊടുക്കുന്ന കണ്ടന്റ് എടുത്തിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഞാനടക്കം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് മീഡിയയിലുള്ളവര് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ കണ്ടന്റ് എടുത്തിട്ട് അവർ ന്യൂസ് ഇട്ടുകൊണ്ടിരിക്കും. ഇതിന്റെ ദോഷവശങ്ങൾ കൂടി മനസ്സിലാക്കി രേണു മുന്നോട്ട് പോയാൽ നല്ലത്. അതുലിന്റെ ഫോണിന്റെ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചിട്ടുണ്ട്. അത് രേണുവിന്റെ ചേച്ചി ചാറ്റ് ചെയ്തതാണെന്നും വീഡിയോ കോൾ വിളിച്ചതാണെന്നും ആണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് അവൻ അത് എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അറിയാതെയോ രേണുവിന്റെ ചേച്ചി അങ്ങനെ ഒരു ഫോൺ കോൾ പോയിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആയിട്ടുണ്ടും. അത് ഫോൺ വാട്സാപ്പ് ഒന്നുകൂടെ ചെക്ക് ചെയ്താൽ അതിൽ തന്നെ കാണും. അതിലത് സൂക്ഷിച്ചു വെച്ചത് കൊണ്ടും അതുലിനെതിരെ ഇതുപോലെ ഒരു പരാതി കൊടുത്തത് കൊണ്ടും ഇപ്പൊ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ ചെയ്യും. സൂക്ഷിച്ചു വെക്കും, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും, പിന്നേക്ക് ഗുണം ചെയ്യും. നമ്മൾ നിരപരാധിയാണെങ്കിൽ നമ്മളെ ആവശ്യമില്ലാതെ ഒരാൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല.